ശങ്കരൻ ശ്രദ്ധിക്കപ്പെട്ട ക്യാരക്ടർ തന്നെയായിരുന്നു. പക്ഷേ സിനിമയ്ക്ക് നാഷണൽ അവാർഡ് ഉണ്ടായിരുന്നു. ആ സിനിമയിൽ ഒരുപക്ഷെ വിജയരാഘവൻ ചേട്ടന് ഒരു അവാർഡ് കൂടെ കിട്ടണമെന്നുള്ളൊരു മോഹം പലർക്കും ഉണ്ടായിരുന്നു. ചേട്ടൻ എങ്ങനെയായിരുന്നു സങ്കല്പിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സത്യം പറഞ്ഞാൽ ഇപ്പം എനിക്ക് അവാർഡ് കിട്ടിയപ്പോൾ പലരും ചോദിക്കുന്നുണ്ട്, സന്തോഷം തോന്നിയത്. ശരിക്കും പറഞ്ഞാൽ കാര്യം പറഞ്ഞാൽ എന്തറിയാം, ഈ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ചില സമയമുണ്ട്. ഞാൻ ചേറാടിക്കറി അഭിനയിച്ചപ്പോൾ അതിന് ക്രിട്ടിക്സ് അവാർഡ് കിട്ടി. അപ്പം അല്ലേ ഉത്തോണം ക്രിട്ടിക്സ് അവാർഡ് കിട്ടണ്ട എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നുമല്ലേ. അതിനു മുമ്പൊന്നും നമുക്കൊന്ന് അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് പോലില്ല. ഇതൊക്കെ വളരെ അകലെയുള്ള സാധനമായിട്ടാണ് കാണുന്നത്. കിട്ടുമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതുപോലെ തന്നെയാണ് ദേശാടനം, കിട്ടുമായിരിക്കും എന്ന് പ്രതീക്ഷിച്ചു. പിന്നെ ഇപ്പോഴും വിശ്വസിക്കുന്ന ആൾക്കാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന്, എനിക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ടെന്ന്. ദേശാടനത്തിന് കിട്ടിയിട്ടില്ല എന്നൊക്കെ ഇപ്പം ചോദിക്കാറുണ്ട് പലരും. ഒന്നും കിട്ടിയിട്ടില്ല. അപ്പം അങ്ങനെയൊക്കെ ഒരു ആഗ്രഹിച്ചിരുന്ന സമയമുണ്ട്. അപ്പം കിട്ടാത്ത പിന്നെ നമുക്ക് അതിനെപ്പറ്റി അത് നമ്മുടെ വിഷയമേ അല്ല. അതാണ് അത് നമ്മുടെ മനസ്സിൽ വരുന്ന കാര്യമേ അല്ല. പിന്നെ അതിനപ്പുറമായിട്ട് പ്രേക്ഷകൻ നമ്മളെ അത് പറയുകയും കിട്ടേണ്ടതായിരുന്നു എന്ന് പറയുകയും അതൊരു വലിയ കിട്ടൽ പോലെ തന്നെയാണ്. നിങ്ങൾ ഡിസർവിങ് ആണെന്ന് ഒരു 5 പേരല്ല 10 പേര് കമ്മിറ്റി തീരുമാനിക്കുന്നതിനെക്കാട്ടിലും കൂടുതലായിട്ട് പ്രേക്ഷകൻ നമ്മളോട് ഇത് ചെയ്യല്ലേ. ഇപ്പം കിഷ്കിന്താകാന്ഡം സിനിമ വന്നിട്ട് തന്നെ എത്രയോ പേരാ വിളിക്കുന്നത്. അപ്പം അതൊരു വലിയ, അതിനേക്കാട്ടിലും വലിയ അവാർഡ് എന്താ ഉള്ളത്? അപ്പം ഞാൻ പറഞ്ഞത് അതിനെ പുച്ഛിച്ചോണ്ട് പറയല്ല, മോശമായിട്ടല്ല ഞാൻ പറഞ്ഞത്. അപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയമുണ്ട്. ആ പ്രതീക്ഷിക്കുന്ന സമയത്ത് അതില്ലെങ്കിൽ പിന്നെ നമുക്ക് വലിയൊരു ഇത് തോന്നുകയല്ല. എന്നെ സംബന്ധിച്ചാൽ പറയാം, അത് മോശം എന്നല്ല പറയാം. ഇപ്പം ഒരു കുട്ടി ഒരു പൂച്ചെണ്ട് തരുന്നത് പോലും എനിക്ക് ഭയങ്കര സന്തോഷം. ഇപ്പം ഒരാൾ അതിനെ പറ്റി പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. സന്തോഷമില്ലെന്നല്ല, അപ്പോൾ ആളെന്നൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യത്തിന്. പക്ഷേ അതിനെപ്പറ്റി അങ്ങനെ ഒരു എനിക്ക് കിട്ടിയപ്പോൾ എനിക്കറിയാം. അന്ന് രാവിലെ എന്നെ വിളിച്ചു, എൻ്റെ മോനെ വിളിച്ചു, ഞാൻ UK-ലായിരുന്നു. പറഞ്ഞപ്പോൾ എനിക്ക് സംഭവം തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഞാനത് അതിനെ മോശമായിട്ട് പറയല്ല. കിട്ടിയ എന്നൊരു തോന്നൽ വന്നില്ല. എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ പറ്റില്ല. ചിലപ്പോൾ പണ്ടായിരുന്നു, ചിലപ്പോൾ തോന്നിയേനെ. പിന്നെ ഈ പ്രായമൊക്കെ ആയില്ല, അതുകൊണ്ടൊക്കെ ആയിരിക്കും. കുറച്ചുകൂടെ പുറകോട്ട് പോയായിരിക്കും ഞാൻ ഈ ചേറാടിക്കറിയ സത്യത്തിൽ നമ്മളിപ്പം നടേശ കൊല്ലണ്ട എന്ന് പറയുന്ന ഡയലോഗിൻ്റെ മോഡുലേഷനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അതൊരു സർക്കാസ്റ്റിക് ആയിട്ടുള്ള മോഡുലേഷൻ ആയതുകൊണ്ടാണ് അവിടെ അത് ഫിറ്റ് ആവുകയും ഇക്കാലഘട്ടത്തിൽ നമ്മൾ ട്രോളാക്കുകയും ചെയ്തിട്ടുള്ളത്. കുറച്ചുകൂടെ ഒരു ലൗഡായിട്ടുള്ളൊരു പെർഫോമൻസ് ആയിരുന്നു കറിയൊക്കെ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കറിയെ ഓർത്തത്. അത്തരം ഒരു സിനിമയിൽ അത്തരത്തിലുള്ള പെർഫോമൻസ് വന്നേക്കാം. പക്ഷെ കറിയ വീണ്ടും വ്യത്യസ്തമായി. നമ്മൾ ഈ ട്രോളും പോലെ തന്നെ കറിയെ നമ്മളല്ലാതെ മനസ്സിലാക്കുന്നുണ്ട്. കറിയുടെ ഒരു ക്യാരക്ടറും മാനറിസും ഒക്കെ അത് കുറച്ചുകൂടെ ഇങ്ങനെ നമ്മൾ നന്നായിട്ട് നമ്മളൊന്ന് ഇളകി പെർഫോം ചെയ്യുന്ന അജു ഒക്കെ പറയില്ലേ, അതേപോലെ ഒരു ഇളകി പെർഫോമൻസ് ആയിരുന്നില്ല അന്ന്. അതെ, അതിനകത്ത് അന്നത്തെ ഒരു എൻ്റെ പ്രശ്നം വെച്ചാൽ, ഞാൻ അന്ന് വരെ എന്നെ ആൾക്കാർ കാണുന്നത് ഈ പറഞ്ഞ സപ്പോർട്ടിങ് ക്യാരക്ടറായിട്ടും സുരേഷ് ഗോപി. ഇപ്പോൾ സുരേഷ് ഗോപിയുടെ മകൻ എന്നോട് വന്നിട്ടുണ്ട്, പണ്ട് അങ്കിളിൻ്റെ അച്ഛൻ്റെ പടം കാണുമ്പോൾ ഞങ്ങൾക്കൊക്കെ അച്ഛനെ പിള്ളേരൊക്കെ തല്ലാൻ വരുമ്പോൾ ഞങ്ങളിങ്ങനെ വിഷമിച്ചിരിക്കും. അപ്പോഴും അങ്കിള് വരുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സമാധാനമാണ്. അപ്പോൾ അങ്കിളുണ്ടല്ലോ എന്ന്. അപ്പം അവനോട് ഈയിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയായിരുന്നു പ്രേക്ഷകരെന്ന് കണ്ടത്. അങ്ങനെയുള്ള ഒരു ഇമേജ് മീൻസ് അങ്ങനത്തെ ഒരാളായിട്ട് എന്നെ പ്രേക്ഷകൻ കാണുന്നത്, ആ പ്രായവും ഒക്കെ. അപ്പം അങ്ങനത്തെ ഒരാൾ പെട്ടെന്ന് ഇയാളാണ് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. ഈ മേക്ക് ബിലീഫാണല്ലോ ഈ സിനിമ, അഭിനയം, ക്യാരക്ടർ എന്ന് മേക്ക് ബിലീഫാണ്. അതാണെന്ന് നമ്മൾ തോന്നിപ്പിക്കുക. സ്റ്റേജിൽ ആ കുഴപ്പമില്ല. നാടകം കാണാൻ വരുന്ന പ്രേക്ഷകൻ വെറും ബ്ലാങ്ക് ആയിട്ടാണ് വരുന്നത്. അവനാ അവിടെ വരുന്ന കഥാപാത്രത്തെ കാണുന്നുള്ളൂ. പിന്നെ ആ കഥാപാത്രത്തിൻ്റെ വളർച്ച എല്ലാം അവർ കണ്ടുകൊണ്ടിരിക്കുക. അതൊരു ഗ്രാജുവൽ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ. പക്ഷെ കണ്ടിന്യൂഷൻ ഉണ്ട്, ഇമോഷണൽ കണ്ടിന്യൂഷൻ ഉണ്ട്. ആ ക്യാരക്ടറിൻ്റെ വളർച്ച ഇതെല്ലാം പ്രേക്ഷകൻ നേരിട്ട് കാണും. അപ്പോൾ പ്രേക്ഷകൻ വിശ്വസിപ്പിക്കാൻ എളുപ്പമാണ്. സിനിമയിലല്ല, സിനിമ നടന്നുള്ള ഇമേജും കൂടെ ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ ആദ്യം അഭിനയിക്കുന്ന ഒരാളായിരിക്കണം. അപ്പോൾ ആ ഇമേജിനെ ബ്രേക്ക് ചെയ്യുന്ന ഒരു കഥാപാത്രമാണ് ശരിക്കും പറഞ്ഞാൽ. അന്നേരം ശരിക്കും ഇപ്പം ഞാൻ പറയുന്നു, അത് ചെറിയ ഓവർഡൂ ഉണ്ട് അതിനകത്ത്, ശകലം. എന്ന് വെച്ചാൽ അയാൾ അങ്ങനെയാണെന്ന് വിശ്വസിക്കണമെങ്കിൽ അയാളെ നമ്മൾ സ്വപ്പം ഒരു പെർഫോമൻസ് ചെയ്യണം. എങ്കിലേ അയാൾ അങ്ങനത്തെ പെർഫോമറാണ്. അയാളെ വന്ന് അയാൾക്ക് സുരേഷ് ഗോപിയുടെ ഒക്കെ അടുത്ത് വന്നിട്ട് അയാൾ ഇത് എന്താ എന്താളേക്കൊക്കെ വിളിച്ചു. അയാളുടെ വലിപ്പമൊന്നുമല്ല അയാൾക്ക്. അയാളുടെ കണ്ണിൽ സുരേഷ് ഗോപി കുത്തുമ്പോൾ അയാളെ സ്പിങ്ഡർ മസിൽ ലൂസായിട്ട് മൂത്രം പോകും. പക്ഷെ എന്നാലും അയാൾ പറയില്ല. അത്ര സ്തബോൺ ക്യാരക്ടർ. അത് വിശ്വസിപ്പിക്കണമെങ്കിൽ ഈ പറഞ്ഞ ഒരു ആട്ടം വേണം. എനിക്ക് തോന്നുന്നത് അങ്ങനെയാണോ ഒബ്സർവ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. ന്യൂഡൽഹിയാണ് ഒരു ബ്രേക്ക്. അതിന് മുമ്പ് ഉയരും ഞാൻ നാടക എന്ന് പറയുന്ന സിനിമയിൽ
ഒക്കെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള വേഷം ചെയ്തിട്ടുണ്ട്. ഈ നമ്മൾ ഫസ്റ്റ് സിനിമ മുതൽ ഇങ്ങോട്ട് തന്നെ നമ്മൾ നോക്കുമ്പോൾ പലതരത്തിലുള്ള ശ്രദ്ധിക്കപ്പെട്ട വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ന്യൂഡൽഹി എന്ന് പറയുന്നത് നമ്മുടെ സിനിമാ ചരിത്രത്തിലെ ഒരു ബ്രേക്ക് ആയിരുന്നു. മമ്മൂക്കയെ ഇന്നത്തെ മമ്മൂക്കയാക്കുന്നതിൽ ആദ്യത്തെ സിനിമ ഡെന്നീസ് ജോസഫ് ജോഷി എന്ന് പറയുന്ന കൂട്ടുകെട്ടിന്റെ, അതായത് അപാരമായിട്ടുള്ള സിനിമകൾ തന്നിട്ടുള്ള ഒത്തിരി സിനിമകൾ തന്നിട്ടുള്ള അതിനു മുമ്പ് അവരുടെ ഹിറ്റുകളുണ്ട്. പക്ഷെ അവർ ഡൗൺഫോൾ വന്നിട്ട് അന്നേരം ജോഷിയുടെ പടങ്ങൾ കുറച്ച് മോശമായി, ജൂബിലിയുടെ പടങ്ങൾ മോശമായി, മമ്മൂട്ടിയുടെ പടങ്ങൾ മോശമായി നിൽക്കുന്ന സമയത്ത് ഡെന്നീസിന്റെ പടങ്ങൾ മോശമായി. ന്യൂഡൽഹി അങ്ങനെയാണെങ്കിൽ ഒരു ബ്രേക്ക് ആയിട്ട് കരുതാമോ? അല്ല, എന്നെ സംബന്ധിച്ച ന്യൂഡൽഹി ബ്രേക്കാണ്. ബ്രേക്ക് എന്ന് വെച്ചാൽ ഉയരഞ്ഞ നാടാകെ ഈ ശബ്ദം പ്രേക്ഷകൻ അന്ന് ഏറ്റവും മെയിൻ വില്ലൻ ഞാനാ. അപ്പോഴൊക്കെ അങ്ങനെ ശ്രദ്ധിച്ചു. അതാണ് ഏറ്റവും ആദ്യമായിട്ട് എനിക്കൊരു മൊമെന്റ് കിട്ടിയത്. 100 ദിവസവും എൻ്റെ ഓടി അങ്ങനെ. അപ്പം അന്നൊക്കെ ശ്രദ്ധിച്ചു. പക്ഷേ ന്യൂഡൽഹി എന്ന് പറഞ്ഞാൽ അതിനൊക്കെ ഇപ്പം ഇന്നും ന്യൂഡൽഹിയെ പറ്റി പറയുമ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് ചാനലുകളിൽ ഏറ്റവും കൂടുതൽ പ്രദർശിപ്പിക്കപ്പെട്ട സിനിമ അതായിരിക്കും. ന്യൂഡൽഹി, കിലുക്കം, കിരീടം, അങ്ങനെ കുറേ സിനിമകളുണ്ട്. അതിപ്പോഴും ആൾക്കാർ കാണാൻ തയ്യാറായിട്ടില്ല, ഇപ്പോഴും ഫ്രഷാണ്. അപ്പം അങ്ങനെ സിനിമയുടെ ഭാഗമായി. മാത്രമല്ല അത് തെലുങ്ക്, ഹിന്ദി, കന്നഡ ഈ എല്ലാ ഭാഷയിലും അഭിനയിക്കാൻ പറ്റി. തെലുങ്കിലെ കൃഷ്ണംരാജു ആയിരുന്നു മമ്മൂട്ടിക്ക് പകരം, കന്നഡത്തിലെ അംബരീഷ്, അങ്ങനെ ഇവരുടെ കൂടെയൊക്കെ അഭിനയിക്കാൻ പറ്റി. പിന്നെ ജിതേന്ദ്ര ആയിരുന്നു ഹിന്ദിയിൽ. അപ്പോൾ ഇതെല്ലാം 4 ഭാഷയിൽ അഭിനയിക്കാൻ പറ്റി. അതൊക്കെ വലിയ കാര്യമല്ലേ. അപ്പം അന്ന് മുതൽ ഈ പറഞ്ഞ പോലെ അല്ല, അതിനു മുമ്പ് ഈ പറഞ്ഞ പോലെ ഞാൻ നാടകത്തിൽ അഭിനയിക്കുന്നുണ്ട്. സിനിമ ഫുൾ ടൈം സിനിമ അല്ല. സിനിമയുണ്ടെങ്കിൽ സിനിമയിൽ പോയി അഭിനയിക്കും, ഇല്ലെങ്കിൽ നാടകത്തിൽ അഭിനയിക്കും. പിന്നെ തിരക്കായതാണ് ന്യൂഡൽഹിക്ക് ശേഷം. എനിക്കിഷ്ടമുള്ള രാംജി റാവു സ്പീക്കിംഗ് എന്ന് പറയുന്നത്, അതിൻ്റെ ഇടയ്ക്കുള്ള കുറച്ച് ക്യാരക്ടേഴ്സും നായക കഥാപാത്രങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കാനുണ്ട്. പക്ഷെ രാംജി റാവുവിലേക്ക് എത്തുമ്പോൾ രാംജി റാവു വേറൊരു ജോണറിന്റെ തുടക്കമാണ്. ഒരു കാരിക്കേച്ചർ സ്വഭാവമുള്ള, നമ്മളെ ചിരിപ്പിക്കുന്ന. അപ്പോൾ പിൽക്കാലഘട്ടത്തിൽ സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള മേലെപ്പറമ്പിൽ ആൺവീടിലേക്ക് വരുന്ന ഒരു ക്യാരക്ടർ, ഒരു സാധനമുണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാംജി റാവുവിലെ ഒരു കാരിക്കേച്ചർ ഇല്ലേ, അതൊരു രസമുള്ളൊരു പരിപാടിയാണ്. My name is Ramji Rao. അന്ന് നമ്മൾ അയാളെ കണ്ടത് 2 തരത്തിലാണ്. ഒന്ന് സീരിയസ് ആയിട്ട് കണ്ടിട്ടുണ്ട് ആ ക്യാരക്ടർ വരുന്ന സമയത്ത്. പക്ഷെ പിൽക്കാലഘട്ടത്തിലൊക്കെ നമ്മൾ കണ്ടത് കോമിക് ക്യാരക്ടറായിട്ടാണ്. അതൊരു ക്യാരക്ടർ അല്ല, പക്ഷെ കാരിക്കേച്ചർ. ഒരു കാർട്ടൂൺ വരയ്ക്കില്ലേ എന്ന് പറഞ്ഞാൽ കാരിക്കേച്ചറിങ്ങാണ്. അതിനകത്ത് ഈ പറഞ്ഞ വേഷം, അതായത് രാംജി റാവു എന്ന് പറഞ്ഞ ഒരാൾ അന്നൊന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അത് ഇവിടെ അങ്ങനെ ഒരാളുണ്ടോ? അന്ന് ഇവിടെ ബംഗാളികളും ബീഹാറികളും ഒന്നും വന്നിട്ടില്ല. വരാത്തൊരു കാലമാണ് രാംജി റാവു. അപ്പോൾ പുറത്തുള്ള ഒരാളാണ്. അപ്പോൾ എങ്ങനെയോ, അപ്പോൾ അന്ന് ഞാൻ അയാളെപ്പറ്റി ഒരു നല്ല അജാനബാഹു മനുഷ്യനായിരിക്കും. അപ്പോൾ എനിക്ക് അത്രയും പൊക്കമില്ല എന്നൊക്കെ എനിക്ക് തന്നെ എന്നെപ്പറ്റി. അപ്പം ഞാൻ ഈ പറഞ്ഞ എപ്പോഴും ഞാൻ എന്നെപ്പറ്റി ആലോചിക്കും. അപ്പം എനിക്ക് പറ്റുന്ന രീതിയിലേക്ക് അത് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ലോങ് ഫേസ് ആവണം, ഒരു കൃതാവും ഇവിടെ നീട്ടിക്കഴിഞ്ഞാൽ മുടി കുറച്ച് പുറത്തോട്ട് വടിച്ച് പറ്റ ചെയ്യപ്പോൾ ലോങ് ഫേസ് ആയി. അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തപ്പോഴാണ് ആ ഫിഗർ കിട്ടുന്നത്. ആ ഫിഗറാണ് ഒരു, പിന്നെ അത് അതിൻ്റെ ഒരു ഇമോഷണലായിട്ടുള്ള വലിയ കാര്യങ്ങളൊന്നുമില്ല അതിനകത്ത്. ഒരു അഭിനേതാവിൻ്റെ അഭിനയ പ്രകടനങ്ങളൊന്നുമില്ല. പിന്നെ ഉള്ളത് ശബ്ദ നിയന്ത്രണത്തിൽ കൂടെയുള്ള മാത്രമേ ഹ്യൂമർ ഉണ്ടാകുന്നത്. ഇപ്പം നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അതൊക്കെ ശബ്ദ നിയന്ത്രണത്തിലാണ്. ഓഫ് ചെയ്തു എന്നൊക്കെ പറയുന്നില്ല. അപ്പോഴാണ് ആ ഹ്യൂമർ ഉണ്ടാകുന്നത്. അതിൻ്റെ ഏറ്റവും അത് സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിൻ്റെയും അവരുടെ ഡയറക്ടറുടെയും എടുക്കാണ് അവിടെ ആ ഹ്യൂമർ ഉണ്ടായത്. ഇത്രയും വലിയൊരു വില്ലൻ എന്ന് പറഞ്ഞ പുള്ളി മൂത്രത്തിൻ്റെ ശബ്ദം കേട്ടിട്ട് വലിയൊരാളെന്ന് പറയുമ്പോൾ അവൻ്റെ ഒരു പൊട്ടൻ, ഈ ഒരു മണ്ടനും കൂടെ ഉണ്ട് അതിനകത്ത്. ഇത് രണ്ടും കൂടെ അവരുടെ പറച്ചിലാണ് ആ കഥാപാത്രത്തിന് ഹ്യൂമർ ഇതുണ്ടാകുന്നത്. അല്ലാതെ പെർഫോമൻസ് അല്ല. അതേസമയത്ത് മേലെപ്പറമ്പിലാണ് വീടല്ല, പെർഫോമൻസ് ആണ്. പക്ഷെ ക്യാരക്ടർ, അതൊരു ക്യാരക്ടറാണ്. ആ അച്ഛനെ പേടിച്ചു, ഈ എല്ലാ പ്രായമൊക്കെ ഉണ്ട്, കാമമുണ്ട്, പെമ്പിള്ളേരോടൊക്കെ കണ്ടു കഴിഞ്ഞാൽ നോക്കണമെന്ന്. പക്ഷെ അച്ഛന് തൂറോളം പേടിയെന്ന് നമ്മൾ പറയില്ല എന്ന് പറഞ്ഞ പോലുള്ളൊരു സ്വഭാവമുള്ള ഒരാൾ. തടിയും മിടുക്കമൊക്കെ ഉണ്ട്, പ്രായമൊക്കെ, പക്ഷെ വീട്ടിൽ തന്നെ വന്ന് കളയും ഒക്കെ ആയിട്ട് അച്ഛൻ പറയുന്നത് കേട്ടനുസരിച്ച് അച്ഛനെ പേടിക്കുന്ന ഒരു ക്യാരക്ടർ. അപ്പം അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട് അതിനകത്ത്. മറ്റേ രാംജി റാവുവിന് അങ്ങനെ പ്രത്യേക ക്യാരക്ടർ നമുക്ക് പറയാൻ പറ്റില്ല. അയാൾക്ക് ഒരു ഒറ്റ ഇൻറ്റൻഷനേ ഉള്ളൂ, ഒരു കുട്ടിയെ തട്ടിക്കൊണ്ട് പോയിട്ട് അത് വെച്ച് വില പറയുക. അയാൾക്ക് വേറെ കുട്ടി മരിച്ചാലോ ഒന്നും അയാൾക്ക് പ്രശ്നമല്ല. അങ്ങനെ ഒരു പ്രത്യേക മാനസികാവസ്ഥയുള്ള ഒരാൾ. അതിനകത്ത് വേറെ ഡയമെൻഷനൊന്നുമില്ല. പിന്നെ മേലെപ്പറമ്പിൽ അവൻ്റെ ഒരുപാട് ഒരു അവസ്ഥകളുണ്ട്, ഒരു മാനുഷികമായിട്ട് ഒരുപാട് വികാരങ്ങളൊക്കെ ഉള്ള ഒരാളാണ്. അതാണ് അതിനകത്തെ ഹ്യൂമർ.